നമസ്കാരമുണ്ട്. നമ്മൾ നിൽക്കുന്നത് ചേലക്കരയിലാണ്, പുലാക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഒരു അച്ഛനും മകളും ചെണ്ട കലാകാരന്മാരായിട്ടുള്ള ഒരു വീടുണ്ട്. ജന്മന കാഴ്ചയില്ലാത്ത തൻ്റെ മകളെ തായമ്പക പഠിപ്പിച്ച് നല്ലൊരു മിടുക്കി കലാകാരിയാക്കിയ ആ അച്ഛനെയും മകളേനെയും നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതാണ് ആ വീട്. നമസ്കാരമുണ്ട്. ഇതാണ് മണികണ്ഠ ആശാൻ, ചേലക്കരയുടെ ആശാനാണിത്. നമസ്കാരം. നമസ്കാരം. ഇതാണ് മോളെ എന്താ പേര്? രശ്മി. രശ്മി അല്ലേ? എത്രയല്ലേ പഠിക്കുന്നു മോള്? 10th അല്ലേ? എവിടെ പഠിക്കുന്നത്? അത്താണി JMG സ്കൂൾ അല്ലേ? മോള് കുറെ വർഷമായോ ആശാനെ കൊട്ടു പഠിക്കാൻ തുടങ്ങിയിട്ട്? എത്രയായി? 2021 പഠിക്കുന്നത്. അല്ല, ചെറുപ്പത്തിൽ പഠിപ്പിച്ചു തുടങ്ങിയോ? അങ്ങനെ ആയിട്ട്? അതെ, കൊറോണ സമയത്താണ് മോളേനെ പഠിപ്പിച്ചത്. മോളിലുള്ള കലയെ കണ്ടെത്തിയില്ലേ? അതെ. 2 മാസം കൊണ്ട് അച്ഛൻ പഠിപ്പിച്ചു അല്ലേ?
മോളെ മോള് പാട്ടൊക്കെ പാടുന്നു ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. പാട്ട് പാടോ? പാട്ട് പഠിച്ചിട്ടുണ്ടോ? പാട്ട് ഇപ്പൊ ഹോസ്റ്റലിൽ പഠിക്കുന്നുണ്ട്. അതെ. മോള് എന്നാ ഒരു പാട്ട് പാടി. ഏത് നല്ല പാട്ട് പാടും? കൃഷ്ണന്റെ പാട്ടുകളൊക്കെ പാടുമോ? ഏത് പാട്ടാ പാടുക? കൃഷ്ണൻ. അതെ. എന്നാ ഒന്ന് പാടുമോ മോള്? കണ്ണ 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 തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണ 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 ചന്തത്തിൽ കണ്ണെഴുതി ചന്ദന പൊട്ടും കുത്തി പൊന്മയിൽ പീലി കുത്തിയ കണ്ണാ നീ വിളയാടൂ. ചന്തത്തിൽ കണ്ണെഴുതി ചന്ദന പൊട്ടും കുത്തി പൊന്മയിൽ പീലി കുത്തിയ കണ്ണാ നീ വിളയാടൂ. എന്നുള്ളിൽ വിളയാടൂ കണ്ണാ നീ ആടിയ ലീലകളൊന്നോടിയാടൂലേ. കണ്ണാ നീ ആടിയ ലീലകളൊന്നോടിയാടൂലേ. കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നോടിയാടൂലേ. ഒന്നോടിയാടൂലേ കണ്ണാ കണ്ണാ കണ്ണാ. വളരെ നന്നായിട്ട് കേട്ടോ മോളെ. ഞാൻ ഇത്രയും നന്നായിട്ട് ഇപ്പോൾ അന്നൊരു കലോത്സവത്തിന് ഒരു കുട്ടിയുടെ ഒരു പാട്ട് നമ്മൾ ഇതേപോലെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഗംഭീരമായിട്ടുണ്ട് പാട്ട്. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് പാട്ട് പാടുന്ന കാര്യം കൂടി ആശാൻ്റെ അടുത്ത് പറയേണ്ടായല്ലോ. അപ്പോൾ അഷ്ടപതിയൊക്കെ പഠിപ്പിക്കുന്നത് നല്ലതാണ് കേട്ടോ. അഷ്ടപതിയൊക്കെ ഇല്ലേ, ഇടയ്ക്കും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചാൽ ഈ കുട്ടി ഒരു 5 കൊല്ലം കൊണ്ട് നമ്മൾ വിചാരിച്ചേക്കാളും വലിയ റേഞ്ചിലെത്തും എന്നാണ് എനിക്ക് തോന്നണത് കേട്ടോ. എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഞാൻ ഏറ്റവും കൂടുതൽ കലാകാരന്മാരുടെയാണ് വീഡിയോകൾ എടുത്തിരിക്കുന്നത്. അറിയാലോ, ആശാനെ അറിയാലോ. കലാകാരന്മാരെ എപ്പോൾ വിളിക്കുമ്പോഴും എനിക്ക് കലാകാരന്മാരെ അത്ര ഇഷ്ടമാണ്. എൻ്റെ ജീവനാണ് കലാകാരന്മാർ. അപ്പോൾ രശ്മി മോളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കാരണം നല്ലൊരു ഉൾക്കാഴ്ചയുള്ളൊരു കുട്ടിയാണത്. ആ കുട്ടിയുടെ പാട്ടും ആ ചെണ്ട ഉള്ള തായമ്പായും കണ്ടപ്പോൾ നമ്മുടെ മനസ്സിൽ എന്തൊന്നുമില്ലാത്തൊരു സന്തോഷം വന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സുഭാഷ് ഓൾവേസ് ഫ്രീ.